ഒരു നിർധന കുടുംബത്തിലുള്ള ഒരു പയ്യനോ ഒരു പെണ്ണോ ഒരു ലവ് മാരേജ് നടക്കും, അതോടെ തീർച്ചയായും അതൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു കുട്ടിയായിരിക്കും, ഒരു ഉന്നതന ആഗ്രഹിച്ചു വന്ന് വിവാഹം കഴിക്കും, അതോടെ ആ കുട്ടിയുടെ ജീവിത രീതി മാറും. അതുപോലെ പുരുഷനും അതൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയതിന് ശേഷമുള്ള ഒരു ഉയർച്ചയായിരിക്കും. പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. രാജയോഗം, കേമദ്രുമ യോഗം, അങ്ങനെ നീണ്ടു പോകുന്ന കുറേ യോഗം. അതിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു യോഗമാണ് ഗ്രഹപരിവർത്തന യോഗം. എന്താണ് ആ യോഗം? ഗ്രഹങ്ങൾ മാറി നിൽക്കുന്നത്, അതായത് ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രമുണ്ട്. മിത്രക്ഷേത്രമുണ്ട്, നീചക്ഷേത്രമുണ്ട്, ഉച്ചക്ഷേത്രമുണ്ട്. അപ്പം ഇതിലിപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്വക്ഷേത്രം. ഇപ്പം മേടത്തിനാണെങ്കിൽ ചൊവ്വയാണ് സ്വക്ഷേത്രം വൃശ്ചികത്തിന്, ഇടവത്തിനാണെങ്കിൽ ഇടവും തുലാവും ശുക്രൻ്റെ സ്വക്ഷേത്രം, മിഥുനവും കന്നിയും ബുധൻ്റെ സ്വക്ഷേത്രം, കർക്കിടകം ചന്ദ്രൻ്റെ, ചിങ്ങം സൂര്യൻ്റെ, മകരം കുംഭം ശനിയുടെ, ധനുമീനം ഗുരുവിൻ്റെ. അപ്പോൾ ഇതിലൊന്ന് ഇവർ വീട് മാറി നിൽക്കുക. അതായത് ഇപ്പോൾ ഒരു ആളുടെ വീട്ടിൽ ഒരാളും ഒരാളുടെ വീട്ടിൽ മറ്റേ ആളും. അതിപ്പോൾ ഉദാഹരണത്തിന് പറയാം, ധനു ലഗ്ന ജാതകൻ, ധനു രാശിയിലെ ലഗ്നം, രണ്ടാം ഭാവാധിപനായ ശനി വ്യാഴൻ്റെ വീടായ 4-ൽ നിൽക്കുക, അല്ലെങ്കിൽ ധനുരാശിയിൽ നിൽക്കുക, അവിടെ ഗുരു സ്ഥിതി ചെയ്യുക, കുംഭത്തിലോ മകരത്തിലോ. അപ്പോൾ ശനിയുടെ വീട്ടിൽ ഗുരുവും ഗുരുവിൻ്റെ വീട്ടിൽ ശനി. അപ്പോൾ ഇവർ എഗ്രീഡ് ആവുകയാണ്. എഗ്രീഡ് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ നിൻ്റെ വീട്ടിൽ താമസിക്കുന്നു, നീ എൻ്റെ വീട്ടിൽ, പരസ്പരം ഉപദ്രവിക്കാൻ പാടില്ല. നീ എൻ്റെ വീടിനെ സൂക്ഷിച്ചോളണം, ഞാൻ നിൻ്റെ വീടിനെ സൂക്ഷിച്ചോളണം. അപ്പം ആ ഭാവത്തിന് പുഷ്ടിയാണ് ഉണ്ടാകുന്നത്. അത് കുട്ടികളുടെ പഠന വിഷയത്തിൽ ഇപ്പോൾ 2, 4-ാം ഭാവാധിപൻ, ഇപ്പോൾ ധനുലൊക്കെ 2-ാം ഭാവാധിപൻ 4-ലും 4-ാം ഭാവാധിപൻ 2-ൽ വരുമ്പോൾ പരിവർത്തനമായി. പരിവർത്തനം എന്ന് പറഞ്ഞാൽ പരിന്ന് ഉദ്ദേശിക്കുന്ന കുതിരയാണ്. പണ്ടൊരു കഥയുണ്ട്, കുതിരയെ പരിയാക്കിയത്. അതായത് കുതിരയെ നമ്മളെ നരി എന്ന് പറഞ്ഞ കുറുക്കനെ കുതിരയാക്കുന്ന ഒരു സംഭവം പണ്ടുണ്ടായി. അതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ പരിവർത്തനം ആവുന്നതാണ് മാറി മാറി നിൽക്കുന്ന ഒരു പ്രത്യേകത. 2, 4-ാം ഭാവത്തിൽ പരിവർത്തനമാകുമ്പോൾ പഠനം ഉന്നതിയിലെത്തും. 2 വാക്ക് 4 പഠനം, മനോഹരം കണക്ക് വരും. ഇതിൽ ചന്ദ്രനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കൂടെ കേസരി യോഗം പറയണം, പക്ഷബലമുള്ള ചന്ദ്രൻ. അത് വളരെ പുഷ്ടിയാണ്. അതുപോലെ 2, 11-ാം ഭാവാധിപൻ പരിവർത്തനം, അതും പെട്ടെന്നുള്ള ധനം. അതും ഇപ്പം ബുധനും ശനിയോ അല്ലെങ്കിൽ ഗുരുവും ശുക്രനോ ഇങ്ങനെ ഗ്രഹങ്ങൾ മാറി 2, 11-ാം ഭാവാധിപൻ പരിവർത്തനമാകുമ്പോൾ അതിനും പ്രത്യേകതയാണ്. പിന്നെ 6, 12 ഒന്നും അത്ര വിശേഷമല്ല. 6 മറവുസ്ഥാനം, 12 മറവുസ്ഥാനം. ഇവർ വെളിരാജ്യങ്ങളിൽ പോയി പണം സമ്പാദിക്കും. 12 എന്ന് പറയുന്നത് 6, 12 എന്ന് പറയുന്നത് വെളിരാജ്യങ്ങളിൽ ജലരാശിയായിപ്പോയ വെളിരാജ്യം, അത് പരിവർത്തനമായിപ്പോയ സ്ഥലം വിട്ട് മാറി നിൽക്കുക. അത് കുറച്ച് കഷ്ടത വരും. അത് വേറൊരു പ്രത്യേകത. 5, 7-ാം പരിവർത്തനം, അല്ലെങ്കിൽ 5, 9-ാം ഭാവം പരിവർത്തനം. ഇപ്പം ധനു ലഗ്നം തന്നെ വീണ്ടും പറയാം. 5-ാം ഭാവാധിപനായ ചൊവ്വ സൂര്യൻ്റെ വീടായ ചിങ്ങത്തിൽ വരിക, ആ സൂര്യൻ മേടത്തിൽ വരിക. അവിടെ എന്ത് സംഭവിക്കും? പരിവർത്തനം. ഈ വ്യക്തിയുടെ പിതാവ് വളരെ ഉന്നതിയിലെത്തും. ആ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലി, ഈ മകന് അത് കിട്ടും. അത് 5, 9-ാം ഭാവ പരിവർത്തനം. അപ്പോൾ ധനുലഗ്നത്തിന് മേടവും ചിങ്ങവും 2 ഗ്രഹ പരിവർത്തനമാകുമ്പോൾ അച്ഛനെ കൊണ്ടുള്ള ഗുണവും അച്ഛൻ്റെ പാത പിന്തുടരുക. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വിപുലീകരിച്ച് അച്ഛനേക്കാളും ഉയർച്ചയിലെത്തും. ഇപ്പം നമ്മളെ അംബാനി പോലെ, മുകേഷ് അംബാനിയെ പോലെ അച്ഛനേക്കാളും ഇപ്പം മെച്ചമല്ലേ. അപ്പം അത് ആ ഒരു ഉയർച്ചയാണ്. അതുപോലെ തന്നെ 7, 9-ാം ഭാവ പരിവർത്തനം, അത് ഭാര്യ വഴി ഒരു ഭാഗ്യം വരുന്നത്. 5, 9 പറഞ്ഞ പോലെ തന്നെ, 2, 11 പറഞ്ഞ പോലെ തന്നെ 9, 10-ാം ഭാവാധിപ പരിവർത്തനം. അത് ഞങ്ങൾ എങ്ങനെ കർമാധിപൻ എന്ന് പറയും. ധർമ്മസ്ഥാനം 9, കർമ്മസ്ഥാനം 10. 9, 10 പരിവർത്തനം എന്ന് പറഞ്ഞാൽ ധർമ്മകർമാധിപ യോഗവും വരും, പരിവർത്തന യോഗവും വരും. അത് വളരെ പ്രത്യേകതയാണ്. ചില അമ്പലങ്ങളൊക്കെ പണിയുന്നില്ലേ ചിലവർ, വലിയ ക്ഷേത്രങ്ങൾ, അത് ഭാരിച്ച ചിലവ് അയാൾ മുന്നൊന്ന് നടത്തും. വലിയ അമ്പലങ്ങൾ പണിയുന്നത്, പള്ളികൾ, കുട്ടികളുടെ പഠന വിഷയത്തിന് ഒരു സ്കൂൾ പണിയുന്നത്, ഇതെല്ലാം അത് ഏത് വരാം, ഹോസ്പിറ്റൽ, അത് സേവനം. അത് ഈ 9, 10-ാം ഗ്രഹങ്ങളുടെ പരിവർത്തനമാണ്. ഇപ്പം ഇങ്ങനെ പറയാം, കർക്കിടക ലഗ്നം 9-ാം ഭാവാധിപനായ ഗുരു, 10-ാം ഭാവാധിപനായ ചൊവ്വ, ഇവർ വീട് മാറി നിൽക്കുക. അതെങ്ങനെ പറയുന്നത്? ഇത് പറയും. അത് ഉന്നതിയിൽ ഉള്ള ചിന്താഗതി, എങ്ങനെ സഹജീവികളെ സ്നേഹിച്ച് സമുദായത്തിനെ സ്നേഹിക്കുന്നവർ. ഇപ്പോൾ ധർമ്മകർമാധിപ യോഗം എന്ന് പറയുമ്പോൾ പഠന വിഷയത്തിൽ സഹായിക്കുക, ഒരു ക്ഷേത്ര പുനരുദ്ധാനം നടത്തുക, ഒരു പള്ളി ഇരുന്ന് ചെയ്യുക, ഒരു ഹോസ്പിറ്റൽ നിർദ്ധനർക്ക് വേണ്ടിയുള്ള
ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ പണിയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഈ 9, 10 ഭാവം പരിവർത്തനം. പരിവർത്തനത്തിന് വളരെ പ്രത്യേകതയാണ്. ഇപ്പം പഠിക്കുന്നവരുണ്ടെങ്കിലും ഈ വിഷയം എടുത്ത് കുറച്ചുകൂടെ അത് റിസർച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ജാതകങ്ങളിപ്പം ചിലർ ഇഷ്ടംപോലെ കണ്ടിരിക്കും. ഇതിലൊക്കെ പരിവർത്തന യോഗം ഉണ്ടെങ്കിൽ അപൂർവമാണ് അങ്ങനെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ 6, 8 പരിവർത്തനം അത്ര വിശേഷമല്ല, 6, 12 അത്ര വിശേഷമല്ല. അതൊക്കെ വെളി രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അത് ഒരു കഷ്ടതയാണ് അത് പറയുന്നത്. 4, 10 ഭാവാധിപൻ അതും പരിവർത്തനം പറയാം. അതിപ്പോൾ കർക്കിടക ലഗ്നം എടുക്കുകയാണെങ്കിൽ 4ാം ഭാവാധിപനായ ശുക്രൻ, 10ാം ഭാവാധിപനായ ചൊവ്വ, ഇവർ പരിവർത്തനമായി കഴിഞ്ഞാലും ഒരു നിർധന കുടുംബത്തിലുള്ള ഒരു പയ്യനോ ഒരു പെണ്ണോ ഒരു ലവ് മാരേജ് നടക്കും, അതോടെ ഉയർച്ചയിലെത്തും. അതൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു കുട്ടിയായിരിക്കും, ഒരു ഉന്നതന ആഗ്രഹിച്ച് വന്ന് വിവാഹം കഴിക്കും, അതോടെ ആ കുട്ടിയുടെ ജീവിത രീതി മാറും. അതുപോലെ പുരുഷനും അതൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയതിന് ശേഷമുള്ള ഒരു ഉയർച്ചയായിരിക്കും. അപ്പോൾ ഈ പരിവർത്തനം എല്ലാ ഇതിനും നമുക്ക് സപ്പോർട്ടീവാണ്. 6, 8, 6, 12 ഒഴിച്ച്. പിന്നെ 3, 9, 3, 7 പരിവർത്തനം അതും സഹോദരങ്ങളെ കൊണ്ടുള്ള. 3ാം ഭാവം എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരനെ പറയും, 11ാം ഭാവം എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരനെ പറയും. അപ്പോൾ അതും ഒരു പരിവർത്തനം വന്നാലും അത് സഹോദരങ്ങളെ കൊണ്ടുള്ള വളരെ ഹെൽപ്പ്. ചിലർ സ്വദേശി നിൽക്കുന്നവർക്ക് പുറത്തു നിന്നൊക്കെ ചേട്ടന്മാർ ധനസഹായം ചെയ്യുന്നത്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ ഈ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിൽ മറ്റൊരു പ്രത്യേകത മിത്രഗ്രഹങ്ങൾ പരിവർത്തനമാവുന്നതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ ഗുരുവിൻ്റെ വീട്ടിൽ ചന്ദ്രന്, ചന്ദ്രൻ്റെ വീട്ടിൽ ഗുരു, അവർ മിത്രഗ്രഹങ്ങളാണ്. ആ പരിവർത്തനം വിശേഷമാണ്. അതുപോലെ ശനി ശുക്ര പരിവർത്തനം. ശനി ശുക്രൻ എന്ന് പറയുന്നത് അവർ മിത്രങ്ങളാണ്. അവർ തമ്മിൽ വീട് മാറി നിൽക്കുന്നത്, ശുക്രൻ്റെ വീട്ടിൽ ശനിയും ശനിയുടെ വീട്ടിൽ ശുക്രൻ നിൽക്കുന്നത് പരിവർത്തനമാണ്. അതും പ്രത്യേകതയാണ്. അതുപോലെ ബുധനും രവിയും പരിവർത്തനം, ബുധനും ശുക്രനും പരിവർത്തനം, ഇതൊക്കെ മിത്രമാണ്. ഇവര് പരിവർത്തനമായി നിൽക്കുന്നത്, ഇപ്പൊ ഉദാഹരണം ചിങ്ങത്തിൽ ബുധൻ, തൊട്ടടുത്ത വീടായ കന്നിയിലോ മിഥുനത്തിലോ സൂര്യൻ നിൽക്കുന്നത് ബുധ രവി പരിവർത്തനം, അത് ബുധ സൂര്യ പരിവർത്തനമായി. അത് വളരെ പ്രത്യേകതയാണ്. അതൊക്കെ പഠന വിഷയത്തിലൊക്കെ സൂര്യൻ്റെ ഇതൊന്ന് അരസാംഗ കാരകൻ എന്ന് പറഞ്ഞാൽ, അരസാംഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെന്റ്, ഇവർക്കൊക്കെ ഗവൺമെന്റിലൊക്കെ ഉന്നത പിടിപാട്, എന്ത് കാര്യവും സാധിച്ചെടുക്കാനുള്ള കഴിവ്, അത് സൂര്യബുധ പരിവർത്തനം. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്.